ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് SCERT കേരള പബ്ലിഷ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ആദ്യം ഒരു കോംപ്രിഹെൻഷനാണ്, നമുക്ക് വായിച്ച് നോക്കാം. വാർ ഈസ് എ ടെറിബിൾ ഈവൻറ്റ് ദാറ്റ് എഫക്ട്സ് എവരി വൺ ബട്ട് ഈസ് എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. യുദ്ധം എന്ന് പറയുന്നത് ഒരു ടെറിബിളായിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതെല്ലാവരെയും എഫക്റ്റ് ചെയ്യും. ദാറ്റ് എഫക്ട്സ് എവരി വൺ, പക്ഷേ എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. കൂടുതൽ അത് ബാധിക്കുക ആരെയാണ്? കുട്ടികളെയാണ് ബാധിക്കുക. ഇൻ എ വാർ മെനി ചിൽഡ്രൻ ലൂസ് ദെയർ ഹോംസ്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടും. ദേ ലൂസ് ദെയർ ഹോംസ്. സ്കൂൾസ്, പിന്നെ അവരുടെ സ്കൂള് നഷ്ടപ്പെടും. ആൻഡ് ഈവൻ ദെയർ ഫാമിലീസ്. പിന്നെന്താ നഷ്ടപ്പെടുക? ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കുടുംബം നഷ്ടപ്പെടും. സം ഹാവ് ടു ലീവ് ദെയർ കൺട്രി. ചിലർക്ക് അവരുടെ രാജ്യം തന്നെ വിടേണ്ടി വരും. ആൻഡ് ബിക്കം റെഫ്യൂജീസ് ആകേണ്ടി വരും. ലിവിങ് ഇൻ ക്യാമ്പ്സ്, ഓരോ ക്യാമ്പിലും താമസിക്കേണ്ടി വരും. വിത്തൗട്ട് പ്രോപ്പർ ഫുഡ്, നല്ല ഭക്ഷണം ഉണ്ടാവുമോ? ഇല്ല. വാട്ടർ ഓർ സേഫ്റ്റി, നല്ല ഫുഡ് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് ലേണിംഗ് ദേ ലിവ് ഇൻ ഫിയർ ആൻഡ് സാഡ്നെസ്. അവർക്ക് കളിക്കേണ്ടിയും അതേപോലെ തന്നെ പഠിക്കേണ്ടിയും പ്രായത്തിൽ അവരിങ്ങനെ പേടിച്ചിട്ടായിരിക്കും അവർ ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നുണ്ടാവുക. പേടിയോടും ദുഃഖത്തോടും കൂടിയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ലൗഡ് നോയ്സസ്, ഒച്ചത്തിലുള്ള ശബ്ദങ്ങൾ. ഡിസ്ട്രക്ഷൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ലവ്ഡ് വൺസ് മേക്ക് ദം ആൻഷ്യസ് ആൻഡ് അഫ്രൈഡ്. വലിയ വലിയ ഒച്ച, അതേപോലെ തന്നെ നാശനഷ്ടങ്ങൾ, പിന്നെ അതിലേറെ ആബ്സെൻസ് ഓഫ് ലവ്ഡ് വൺസ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെ അഭാവം. ഇതൊക്കെ അവരെന്താക്കുകയാണ്? ആൻഷ്യസ് ആൻഡ് അഫ്രൈഡ്, അവരെ പേടിപ്പെടുത്തുകയും ആൻഷ്യസ് ആക്കുകയും ചെയ്യുന്നു. എവറി ചൈൽഡ് ഡിസേർവ്സ് എ പീസ്ഫുൾ ലൈഫ്. ഓരോ കുട്ടിക്കും വളരെ സമാധാനപരമായ ഒരു ജീവിതമാണ് വേണ്ടത്, അർഹിക്കുന്നുണ്ട്. ഡിസേർവ്സ് എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നുണ്ട്. ഫിൽഡ് വിത്ത് ലവ്, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ. സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ, സ്നേഹവും സുരക്ഷിതത്വവും നല്ല വിദ്യാഭ്യാസമുള്ള ശാന്തപൂർണമായ സമാധാനപരമായ ഒരു ജീവിതമാണ് എല്ലാ കുട്ടികളും അർഹിക്കുന്നത്. വാർ ഡിസ്ട്രോയ്സ് ദെയർ ഡ്രീംസ്. പക്ഷേ യുദ്ധം എന്താക്കുകയാണ്? അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും നശിപ്പിക്കുകയാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ കൺട്രീസ് ടു വർക്ക് ടുഗദർ ഫോർ പീസ്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കണം? വർക്ക് ടുഗദർ ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചു നിൽക്കണം. ആൻഡ് പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ഫ്രം ദ ഹൊറേഴ്സ് ഓഫ് വാർ. എന്നിട്ട് ഈ കുട്ടികളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം, സംരക്ഷിക്കണം. ഈ വാറിൻ്റെ ദുരിത ഫലങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണം. വെൻ വി പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ വി പ്രൊട്ടക്റ്റ് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വേൾഡിലെ ലോകത്തിൻ്റെ ഭാവിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് വാർ ഹാർഡാണെന്ന് പറയുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ചിൽഡ്രൻ മിസ് ഔട്ട് വെൻ ദേ ആർ കോട്ട് ഇൻ വാർ? അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഒരു വാറിലാകപ്പെട്ടാൽ? തേർഡ് ക്വസ്റ്റ്യൻ, പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഡ്യൂറിങ് വാർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. വൈ? കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഫ്യൂച്ചറിനെ, വേൾഡിലെ ഫ്യൂച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് സമാനം. എന്തുകൊണ്ടാണ്? വാട്ട് ഡസ് എവറി ചൈൽഡ് ഡിസേർവ്ഡ് അക്കോർഡിംഗ് ടു ദ പാസേജ്. എല്ലാ കുട്ടികളും എന്തർഹിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 4 ചോദ്യമാണുള്ളത്. നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നോക്കാം. അപ്പോൾ 4ാമത്തേന് മാത്രം ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? എ പീസ്ഫുൾ ലൈഫ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ, അതാണ് അതിൻ്റെ ഓപ്ഷൻ 4C. മറ്റേതൊക്കെ 1 വേർഡ് അല്ല, സെൻറ്റൻസ് ആക്കി എഴുതേണ്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാർ ഈസ് എസ്പെഷ്യലി ബാഡ് ഫോർ ചിൽഡ്രൻ ബിക്കോസ്
ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ? എന്തുകൊണ്ടാണ് ചിൽഡ്രന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയുന്നത്. വാർ ഈസ് എസ്പെഷ്യലി ബാഡ് ഫോർ ചിൽഡ്രൻ ബിക്കോസ് ദേ ലൂസ് ദെയർ ഹോംസ്. അതൊക്കെ പാസേജിലുണ്ട്. ദേ ലൂസ് ദെയർ ഹോംസ്, സ്കൂൾസ് ആൻഡ് ഫാമിലീസ്. They may also have to become refugees living in fear, sadness and anxiety. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, many children lose their homes, schools and even their families. Some have to leave their country and to become refugees living in camps without proper food, water or safety. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പാസേജിലുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു ചിൽഡ്രൻ മിസ് ഔട്ട് വെൻ ദേ ആർ കോട്ട് ഇൻ വാർ? അവർക്ക് എന്തൊക്കെ മിസ് ചെയ്യുന്നത്? വെൻ കോട്ട് ഇൻ ദ വാർ ചിൽഡ്രൻ മിസ് ഔട്ട് എ പീസ്ഫുൾ ലൈഫ്. സമാധാനമായ ഒരു ലൈഫ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് ലേണിംഗ് ദേ ലിവ് ഇൻ ഫിയർ ആൻഡ് സാഡ്നെസ്. പഠിക്കുന്നതിനും കളിക്കുന്നതിനും പകരം അവരങ്ങനെ പേടിയിലും ദുഃഖത്തിലും അങ്ങനെ ജീവിക്കുകയാണ്. അതും ഇവിടെ തന്നെ ഉണ്ട്. ഇതാ, instead of playing and learning they live in fear and sadness. Okay, next, protecting children during war is important for the future of the world. Why? എന്താണ് കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയെ സംരക്ഷിക്കണം. അത് എന്തുകൊണ്ടാണ്? When we protect children, we protect the future of world. This means that ensuring children have a safe, secure future allows them to grow up and to build a better, more peaceful world. അപ്പോൾ ഈ കുട്ടികളെ സംരക്ഷിച്ചാലല്ലേ ഉള്ളൂ നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ഓപ്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, വാട്ട് ഡസ് എവറി ചൈൽഡ് ഡിസേർവ്സ് അക്കോർഡിംഗ് ടു ദ പാസേജ്? ഓരോ കുട്ടിക്ക് എന്താണ് അർഹിക്കുന്നത്? That is option C, a peaceful life with love, safety and education. Okay. First question, why should countries work together during times of war according to the passage? എന്തുകൊണ്ടാണ് കൺട്രീസ് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നത്? ടു ബിൽഡ് മോർ റെഫ്യൂജീസ് ക്യാമ്പ് ഇൻ ഈച്ച് കൺട്രി. ഓരോ കൺട്രിയിലും കുറേ റെഫ്യൂജീസ് ക്യാമ്പ് ഉണ്ടാക്കാനാണോ? അല്ല, തെറ്റാണ്. ടു ഷെയർ ഫുഡ് ആൻഡ് വാട്ടർ എമംഗ് ഓൾ. അവർക്ക് എല്ലാവർക്കും ഫുഡും വാട്ടറും കൊടുക്കാനാണോ? അല്ല. ടു പ്രൊട്ടക്റ്റ് ചിൽഡ്രൻ ആൻഡ് എൻഷുർ പീസ് ഫോർ ദ ഫ്യൂച്ചർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കുട്ടികളെ സംരക്ഷിക്കണം, അവർക്ക് ഭാവിയിലേക്ക് നല്ലൊരു സമാധാനപൂർണമായ ഭാവി ഉറപ്പുവരുത്തണം. അതിനാണ് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതൊന്ന് വായിച്ച് നോക്കാം. ഡിസ്ക്രിപ്ഷൻ എന്താണ്? Haruto, a Japanese boy, is studying in Kunichida's class. ജപ്പാനിലൊരു കുട്ടി പഠിക്കുകയാണ്. ടീച്ചർ asked him to say something about his home country. Help him write a description. അപ്പോൾ അവൻ്റെ ഹോം കൺട്രീനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ടീച്ചർ പറഞ്ഞു. നമ്മൾ ഇത് കുഞ്ഞിച്ചിരുതേൻ്റെ ചാപ്റ്ററിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ആ പാഠമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വരുന്നൊരു ആക്ടിവിറ്റിയാണ്. അത് വേറൊരു രാജ്യത്തുള്ള കുട്ടീനെ പറ്റിയിട്ട് എഴുതാൻ, ഇറ്റലിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ജപ്പാനീസാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ്, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നിങ്ങൾ തയ്യാറാക്കുക. എല്ലാ പാഠത്തിൻ്റെയും ഫുൾ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് എക്സാമിന് വരില്ല. ഓക്കെ, യു മേ സ്റ്റാർട്ട് വിത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ആ കുട്ടിയുടെ രാജ്യത്തിൻ്റെ പേര്, ക്യാപിറ്റൽ, കറൻസി, ലാംഗ്വേജ്, ഫ്ലാഗ്, ഫേമസ് കമ്പനീസ്, പോപ്പുലർ ഫുഡ് ഐറ്റംസ്, ഫേമസ് പ്ലേസ്, അതായത് ജപ്പാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് എഴുതണം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതന്നെ വരണമെന്നില്ല, വേറൊരു രാജ്യത്തിനെ പറ്റിയിട്ടൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഇൻഫോർമേഷനും അവിടെ തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ പാറ്റേണും മെയിൻറ്റെയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. ഹലോ എവരി വൺ, അതൊക്കെ നമ്മൾ പറയണം. ഹലോ എവരി വൺ. ഓക്കെ, മൈ നെയിം ഈസ് ഹരുട്ടോ ആൻഡ് ഐ ആം ഫ്രം ജപ്പാൻ. ഞാൻ ജപ്പാനിൽ നിന്നാണ്, എൻ്റെ പേര് ഇങ്ങനെയാണ്. അപ്പോൾ വേറൊരാളെ പേരും വേറൊരാളെ കൺട്രിയൊക്കെ വന്നിട്ട് നിങ്ങൾ ആ പേരും ആ കൺട്രിയും കൊടുക്കുക. ഹലോ എവരി വൺ. ഓക്കെ, ഐ ആം ഫ്രം ജപ്പാൻ. ഐ ആം സോ ഹാപ്പി ടു ബി ദർ ഇൻ ദിസ് ക്ലാസ് വിത്ത് ഓൾ ഓഫ് യു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ, ഈ ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം, വിത്ത് ഓൾ ഓഫ് യു. അപ്പോൾ എന്തായത്, ഐ ആം സോ ഹാപ്പി ടു ബി ഹിയർ ഇൻ ദിസ് ക്ലാസ് വിത്ത് ഓൾ ഓഫ് യു. നിങ്ങളെ കൂടെ എല്ലാവരെയും കൂടെ ഇവിടെ ഉള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മൈ ഹോം കൺട്രി ജപ്പാൻ. എൻ്റെ ഹോം കൺട്രി എന്താണ്? ജപ്പാനാണ്. അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. മൈ ഹോം കൺട്രി ഈസ് ജപ്പാൻ. ഈസ് ആൻ ഐലൻഡ് നേഷൻ ഇൻ ഈസ്റ്റ് ഏഷ്യ.
ഈസ്റ്റ് ഏഷ്യയിലെ ഒരു ഐലൻഡ് നേഷനാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ. അപ്പോൾ ടോക്കിയോ എന്ന് തന്നിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യണം. ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ. ടോക്കിയോ തലസ്ഥാനമാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും? ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ. നമുക്ക് ജസ്റ്റ് തന്നിട്ടുള്ളൂ ക്യാപിറ്റൽ ടോക്കിയോ. പക്ഷെ നമ്മളതൊരു സെൻറ്റൻസിലാക്കണം. നമ്മൾ എന്തെഴുതും? ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ വിച്ച് ഈസ് എ വെരി ബിഗ് ആൻഡ് ബിസി പ്ലേസ്. ഓക്കെ, അത് നമുക്ക് ആഡ് ചെയ്യാം. വിച്ച് ഈസ് എ വെരി ബിഗ് ആൻഡ് ബിസി പ്ലേസ്. അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ സിറ്റി എന്തായിരിക്കും? നല്ല ബിസി ആയിട്ടുള്ള വലിയ ബിഗ് ആയിരിക്കും. ഓക്കെ, ഇനി ദ കറൻസി യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ദ ജപ്പാനീസ് യെൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് വേർഡേ തന്നുള്ളൂ, കറൻസി യെൻ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് സെൻറ്റൻസിലാക്കുക. ദ കറൻസി യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ദ ജപ്പാനീസ് യെൻ. കറൻസി യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ജപ്പാനീസ് യെൻ. വേറെ ഏതെങ്കിലും രാജ്യത്തെ കറൻസി അതിൻ്റെ നമ്മൾ എന്ത് ചെയ്തും? ദ കറൻസി യൂസ്ഡ് ഇൻ ഇറ്റലി ഈസ് ദ ഡാഷ്. അത് തന്നത് എഴുതുക. ഓക്കെ, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പോക്കൺ ബൈ എവറി വൺ ഈസ് ജപ്പാനീസ്. അതും ഇവിടെ തന്നിട്ടുള്ളൂ, ലാംഗ്വേജ് ജപ്പാനീസ്. ബാക്കിയൊക്കെ നമ്മളായിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ ദ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പോക്കൺ ബൈ എവറി വൺ ഈസ് ജപ്പാനീസ്. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ എന്താണ്? ജപ്പാനീസാണ്. ഓക്കെ, അപ്പോൾ ആകെ തന്നിരിക്കുന്നത് മൈ കൺട്രി ജപ്പാൻ, ക്യാപിറ്റൽ സിറ്റി ടോക്കിയോ, കറൻസി ജപ്പാനീസ് യെൻ, ഒഫീഷ്യൽ ലാംഗ്വേജ് ജപ്പാനീസ്. ഈ 8 വാക്കേ തന്നിട്ടുള്ളൂ. അതിന് നമ്മളൊരു 4 സെൻറ്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, മൈ ഹോം കൺട്രി ജപ്പാൻ ഈസ് ആൻ ഐലൻഡ് നേഷൻ ഇൻ ഈസ്റ്റ് ഏഷ്യ. ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ വിച്ച് ഈസ് വെരി ബിഗ് ആൻഡ് ബിസി പ്ലേസ്. ദ കറൻസി യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ദ ജപ്പാനീസ് yen. The official language spoken by everyone is Japanese. The Japanese flag is very simple but beautiful. ജപ്പാനീസ് ഫ്ലാഗ് സിമ്പിളാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ് ഈസ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദ സെൻറ്റർ. ഇറ്റ്സ് വൈറ്റ്. അതും അവിടെ തന്നിട്ടുണ്ട്, ഫ്ലാഗ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ. പക്ഷെ അതിനെ നമ്മളൊന്ന് അടിപൊളിയാക്കിയാണ് എന്ന് പറഞ്ഞത്. ദ ജപ്പാനീസ് ഫ്ലാഗ് ഈസ് വെരി സിമ്പിൾ ബട്ട് ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ ദ സെൻറ്റർ. ജപ്പാൻ ഈസ് ഹോം ടു മെനി ഫേമസ് കമ്പനീസ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഫേമസ് കമ്പനീസ് എന്നതൊക്കെയാണ്. അപ്പോൾ അത് നമ്മളൊരു സെൻറ്റൻസിലാക്കണം. എന്താണ്? ജപ്പാൻ ഈസ് ഹോം ടു മെനി ഫേമസ് കമ്പനീസ്. പല ഫേമസ് കമ്പനീസിനും ജപ്പാൻ ഒരു ഹോമാണ്, ഒരു വീടാണ്. ദാറ്റ് യു മേ ഹിയർഡ് ഓഫ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സച്ചസ് ടൊയോട്ടോ, സോണി, തോഷിബ, പാനാസോണിക്, മിത്സുബിഷി ആൻഡ് ഹിറ്റാച്ചി. അപ്പോൾ ആകെ ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുള്ളൂ, ഫേമസ് കമ്പനീസ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിലാക്കി മാറ്റാം. ഇഫ് യു എവർ വിസിറ്റ് ജപ്പാൻ യു മസ്റ്റ് ട്രൈ അവർ പോപ്പുലർ ഫുഡ് ഐറ്റംസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ജപ്പാൻ വിസിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എന്തൊക്കെയാണ്? സം ഓഫ് മൈ ഫേവറേറ്റ് ആർ സുഷി, രാമൻ, ടെമ്പുര, മിസോ സൂപ്പ് ആൻഡ് ഒനിഗ്രി. അപ്പോൾ ആ ഫുഡ് ഐറ്റംസിൻ്റെ പേരൊക്കെ അങ്ങോട്ട് എഴുതാം. ഇനി അടുത്ത, ദർ ആർ മെനി അമേസിങ് പ്ലേസസ് ടു വിസിറ്റ് ജപ്പാൻ. ജപ്പാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. ഏതൊക്കെയാണ്? ദർ ആർ മെനി അമേസിങ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ ജപ്പാൻ. യു മൈറ്റ് നോ ഓഫ് മൗണ്ട് ഫ്യൂജി. മൗണ്ട് ഫ്യൂജി നിങ്ങൾക്കറിയാം, എ ബ്യൂട്ടിഫുൾ മൗണ്ടൻ ദാറ്റ് ഈസ് വെരി ഫേമസ്. ഇത് നല്ല മൗണ്ടനാണ്, ഫേമസ് ആണ്. അതർ ഗ്രേറ്റ് പ്ലേസസ് ഇൻക്ലൂഡ് ദ സിറ്റീസ് ഓഫ് ടോക്കിയോ, ക്യോട്ടോ ആൻഡ് ഹിരോഷിമ. താങ്ക് യു ഫോർ ലിസണിങ്. ഐ ഹോപ്പ് ടു ഷെയർ മോർ അബൌട്ട് മൈ കൺട്രി വിത്ത് യു ഓൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ? ഒന്നുകൂടി ചോദിക്കുക. ഇൻട്രൊഡക്ഷൻ അവൾ പറയണം എന്താ? ഹലോ എവ്രി വൺ അല്ലേ? മൈ നെയിം ഈസ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എൻ്റെ പേര് ഇതാണ്. ആൻഡ് ഐ ആം ഫ്രം ജപ്പാൻ. ഞാൻ ജപ്പാനിൽ നിന്നാണ്. ഐ ആം ഫ്രം ജപ്പാൻ. I am so happy to be here in this class with all of you. I am so happy to be here in this class with you. My home country, Japan, is an island nation in East Asia. പിന്നെ ക്യാപിറ്റൽ സിറ്റി അതാണെന്ന് പറയുമ്പം ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ്. ജപ്പാൻ തന്നെ വരണമെന്നില്ല, വേറെ ഏത് വന്നാലും ക്യാപിറ്റൽ സിറ്റി ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ നമ്മൾ ഇറ്റ്സ് ക്യാപിറ്റൽ സിറ്റി ഈസ് ടോക്കിയോ.
വിച്ച് ഈസ് എ വെരി ബിഗ് ആൻഡ് ബിസി പ്ലേസ്. അത് നമുക്ക് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ദ കറൻസി യൂസ്ഡ് ഇൻ ജപ്പാൻ ഈസ് ദ ജപ്പാനീസ് യെൻ. അപ്പോൾ കറൻസി യൂസ് ചെയ്ത് ഏതാണെന്ന് എഴുതുക. ദ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പോക്കൺ ബൈ എവറി വൺ ഈസ് ജപ്പാനീസ്. The Japanese flag is very simple but beautiful. It is white with a red circle in the center. Japan is home to many famous companies that you may have heard of, such as Toyota, Sony, Toshiba, Panasonic, Mitsubishi, and Hitachi. If you ever visit Japan, you must try our popular food item. Some of my favorite has sushi. പിന്നെ പേരൊക്കെ എഴുതാം. ദർ ആർ മെനി അമേസിംഗ് പ്ലേസസ് ടു വിസിറ്റ് ഇൻ ജപ്പാൻ. യു മൈറ്റ് നോ ഓഫ് മൗണ്ട് ഫ്യൂജി, എ ബ്യൂട്ടിഫുൾ മൗണ്ടൻ ദാറ്റ് ഈസ് വെരി ഫേമസ്. Other great places include the cities of Tokyo, Kyoto, and Hiroshima. Thank you for listening. I hope to share more about my country with you all. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ക്യാരക്ടർ സ്കെച്ചാണ്. ആൻസർ എനി ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ചിന് 2 ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. ഡോണ്ട് യു റിമെമ്പർ ചിബി ഇൻ ദ സ്റ്റോറി? ചിബിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Cowboy, we have seen how Chibi became a hero at the end. ഇപ്പോൾ ചിബിയെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ചിബി ലാസ്റ്റ് എന്താണ്, ഒരു ഹീറോ ആയിട്ട് മാറുകയാണല്ലേ. എല്ലാവരും അവനെ കളിയാക്കിയൊക്കെ വിളിച്ച് ടീസൊക്കെ ചെയ്തു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി ഹി ബിക്കെയിം എ. എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ വണ്ടർ അടിച്ചു, ചിബി തന്നെ ആണോ ഇതെന്നൊക്കെ അവർ വണ്ടർ അടിച്ചു. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ആ പാഠഭാഗത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി. ഫോളോയിങ് മേ ഹെൽപ്പ് യു. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ സംഭവം തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെ? ഷൈ ആണ്, ഭയങ്കര നാണക്കാരനാണ്. ടൈനി ബോയാണ്, ഒരു ചെറിയ കുട്ടിയാണ്. പെർഫെക്റ്റ് അറ്റൻഡൻസിൽ അവൻ പെർഫെക്റ്റാണ്. ഒരു ക്ലാസ് പോലും അവൻ മിസ് ചെയ്യാറില്ല. ഇമിറ്റേറ്റ്സ് ക്രോസ്. അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അവന് കാക്കകളെ മനോഹരമായിട്ട് അനുകരിക്കും. അതും വെറൈറ്റി ഓഫ് സൗണ്ട്സ് അല്ലേ, പല വിധത്തിലുള്ള കാക്കയുടെ സൗണ്ട്. സ്ലോ പോക്ക് ടു ക്രോബോയ്. അപ്പോൾ അവനെ ആദ്യം എന്തായിരുന്നു വിളിച്ചിരുന്നത്? സ്ലോ പോക്ക് എന്നായിരുന്നു അല്ലേ വിളിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് അവനെ എങ്ങനെ വിളിക്കുന്നത്? ക്രൗ ബോയിന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ അല്ലേ, അതാണ് നമ്മൾ ചിബിയിൽ കാണുന്നത്. ചിബി ഈസ് എ ഷൈ ആൻഡ് എ സ്മോൾ ബോയ്. ഒക്കെ അവിടെ തന്നെ നമ്മളൊന്ന് കൂട്ടി എഴുതിയാണ്. ചിബി ഈസ് എ ഷൈ, ഒരു നാണക്കാരനാണ്, നാണം കുണുങ്ങിയാണ്. ആൻഡ് എ സ്മോൾ ബോയ്. ഇനീഷ്യലി എ ലോണർ അറ്റ് സ്കൂളിൽ ഭയങ്കര ഏകാന്തതയുള്ള ഒരു കുട്ടിയായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു ഇരിക്കൽ. നിക് നെയിംഡ് ചിബി ആൻഡ് സ്ലോ പോക്ക്. അപ്പോൾ അവനെ എന്തായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്? ചിബിൻ്റെ അർത്ഥം എന്താ? ടൈനി ബോയ്. ആൻഡ് സ്ലോ പോക്ക് എന്നാണ് അവനെ വിളിച്ചിരുന്നത്. ഈസ് ഓഫൺ ടീസ്ഡ്. എല്ലാവരും അവനെ കളിയാക്കി വെച്ചിരുന്നത് എന്തായിരുന്നു? ചിബി ആൻഡ് സ്ലോ പോക്ക്. ഡിസ്പൈറ്റ് ദിസ് ഈസ് ഇൻക്രെഡിബിളി പെർസിസ്റ്റൻറ്റ്, അറ്റൻഡിങ് എ സ്കൂൾ എവറി ഡേ ഫോർ 6 years. അപ്പോൾ അവൻ പക്ഷേ ഒരു കാര്യത്തിൽ നല്ല പെർസിസ്റ്റൻ്റ് ആയിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിരുന്നു. എന്തായിരുന്നു? അവന് സ്കൂൾ അറ്റൻഡൻസ് ഒരു ദിവസം പോലും അവൻ ലീവാക്കിയില്ല. ചിബി ഈസ് എ കീൻ ഒബ്സർവർ. അവൻ നല്ലോണം ഒബ്സർവ് ചെയ്യുന്ന ആളായിരുന്നു, ചുറ്റുപാട് നല്ലോണം നിരീക്ഷിക്കുമായിരുന്നു. ഫൈൻഡിങ് ജോയ് ഇൻ സ്മോൾ ഡീറ്റെയിൽസ് ആൻഡ് സൗണ്ട്സ്. അപ്പോൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസിലൊക്കെ അവന് വളരെയധികം ശ്രദ്ധ കൊടുക്കുമായിരുന്നു, ഒബ്സർവ് ചെയ്യുമായിരുന്നു. സൗണ്ട്സൊക്കെ അവന് ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഈസ് ഹിഡൻ ടാലൻറ്റ് ഫോർ ഇമിറ്റേറ്റിംഗ് ക്രോസ് ഈസ് ഡിസ്കവേർഡ് ബൈ ഹിസ് ടീച്ചർ മിസ്റ്റർ ഈസോപ്പ്. അപ്പോൾ അവൻ്റെ ഒരു ഹിഡൻ ടാലൻറ്റ്, അതായത് കാക്കയെ അനുകരിക്കുന്ന അവൻ്റെ ഒരു ടാലൻറ്റ് ഹിഡൻ ആയിരുന്നു. ആർക്കും അറിയായിരുന്നോ? ആർക്കും അറിയില്ലായിരുന്നു. ഹിഡൻ ടാലൻ്റ് ആയിരുന്നു. അതാരാ കണ്ടുപിടിച്ചത്? ഈസ് ഡിസ്കവേർഡ് ബൈ ഹിസ് ടീച്ചർ. അവൻ്റെ ടീച്ചറാണ് അത് കണ്ടുപിടിച്ചത്. ടീച്ചറുടെ പേര് നിങ്ങൾക്കറിയാം. This skill honed during his long walks to school transfers him from an unconscious to cowboy. ഈ സ്കിൽ അവനക്ക് എവിടുന്ന് കിട്ടിയതാ? അവൻ്റെ നീണ്ട നടത്തത്തിൽ, അവൻ്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം നടന്ന് പോകണം. ആ ഒരു നടത്തത്തിൽ കൂടെ അവനക്ക് കിട്ടിയതാണ്. അത് ട്രാൻസ്ഫോം ചെയ്യാണ്, അതിനെ മാറ്റുകയാണ്, ഒരു സ്കില്ലായിട്ട് മാറ്റാണ്.
a respected hero. His story highlights how hidden talents can change perceptions. ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ. ചിബി ഇസ് എ ഷൈ ആൻഡ് സ്മോൾ ബോയ്. ഓക്കെ, എല്ലാവരും പഠിച്ചല്ലോ. ചിബി ഇസ് എ ഷൈ ആൻഡ് സ്മോൾ ബോയ്. ഇനീഷ്യലി എ ലോണർ അറ്റ് സ്കൂൾ. സ്കൂളിലൊരു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. നിക് നെയിംഡ് ചിബി ആൻഡ് സ്ലോ പോക്ക് ഈസ് ഓഫൺ ടീസ്ഡ്. അവൻ്റെ വിളിച്ചിരുന്നത് എന്താണ് ചിബി അല്ലെങ്കിൽ സ്ലോ പോക്ക്. ഡിസ്പൈറ്റ് ദിസ് ഈസ് ഇൻക്രെഡിബിളി പെർസിസ്റ്റൻറ്റ്. അവൻ ഒരു കാര്യത്തിൽ ഉഷാറായിരുന്നു. എന്തിരുന്നു? അറ്റൻഡിങ് സ്കൂൾ എവറി ഡേ ഫോർ 6 years. എല്ലാ ദിവസവും അവന് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. ചിബി ഈസ് എ കീൻ ഒബ്സർവർ. അവൻ്റെ മെയിൻ പോയിൻ്റ് അതാണ്. അവന് നല്ലൊരു ഒബ്സർവറായിരുന്നു. എല്ലാം നിരീക്ഷിക്കാനുള്ള പാഠം ഉണ്ടായിരുന്നു. ഫൈൻഡിങ് ജോയ് ഇൻ സ്മോൾ ഡീറ്റെയിൽസ് ആൻഡ് സൗണ്ട്. ഹിസ് ഹിഡൻ ടാലൻറ്റ് ഫോർ ഇമിറ്റേറ്റിംഗ് calls is discovered by his teacher, Mr. Isop. This skill, honed during his long walks to school, transforms him from an outcast into Crowboy, a respected hero. His story highlights how hidden talents can change perceptions. Okay. ഇനി നമുക്ക് വേറൊരാളെ ക്യാരക്ടർ സ്കെച്ചും കൂടി ഉണ്ട്. ഹോപ്പ് യു റിമെമ്പർ William in the story, the boy who harnessed the witch. William succeeded a lighting bulb with a windmill. അപ്പോൾ വില്യമിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യം. അതിന് ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂരിയസ് ആൻഡ് ഇൻവെൻറ്റീവ്, ഡിറ്റർമിൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ, ക്രിയേറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ലൈറ്റ് അപ്പ് ഹിസ് വില്ലേജ്. ഒരുപാട് കാര്യങ്ങളല്ലേ, പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അതാ തന്നിട്ടുണ്ട്. നമ്മളതൊന്ന് സെറ്റാക്കി എഴുതിയാൽ മതി. ഓക്കെ, ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ. വില്യം ഈസ് എ ഡ്രീമർ ഹൂ സീസ് എ വേൾഡ് ഓഫ് പോസിബിലിറ്റി ഇൻ ദ ഡാർക്ക്നെസ്. അവനൊരു ഡ്രീമറായിരുന്നു, ഒരു സ്വപ്നം കാണുന്ന ഒരാളായിരുന്നു. വില്യം ഈസ് എ ഡ്രീമർ ഹൂ സീസ് എ വേൾഡ് ഓഫ് പോസിബിലിറ്റി ഇൻ ദ ഡാർക്ക്നെസ്. ഹി ഈസ് ക്യൂരിയസ്. എല്ലാം അവനക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഹി ഈസ് ക്യൂരിയസ് ഇൻ എവ്രിതിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹി ഈസ് ക്യൂരിയസ് എന്ന് എഴുതാം. ആൻഡ് ഇൻവെൻറ്റീവ് ബോയ്, അവന് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന, അതിനെപ്പറ്റി ചിന്തിക്കുന്നൊക്കെ ആളായിരുന്നു. ഹൂ ലവ്സ് ടു ടേക്ക് തിങ്സ് അപ്പാർട്ട് ആൻഡ് ബിൽഡ് ന്യൂ വൺസ്. പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ അവനക്ക് ഇഷ്ടമായിരുന്നു. ഈവൻ ഫ്രം ജങ്ക്യാർഡ് സ്ക്രാപ്സ്. ഒരു സ്ക്രാപ്പ് ഉണ്ടാവുമല്ലോ. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാണ്ട് ഇടുന്നത്, വേസ്റ്റാക്കി ഇടുന്ന സ്ക്രാപ്പിൽ നിന്ന് അവന് പല കാര്യങ്ങളും ഉണ്ടാക്കുമായിരുന്നു. ഹിസ് ഫാസിനേഷൻ വിത്ത് വിൻഡ്മിൽ ഇൻ എ ബുക്ക് സ്പാർക്സ് ഹിസ് ഡിറ്റർമിനേഷൻ. ഡിറ്റർമിൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, ഹി സിംഗിൾ ഹാൻഡഡ് ബിൽഡ്സ് എ windmill from scrap metal, a bicycle wheel and a small generator. He is creative and optimistic, turning what others called trash into a weapon to fight hunger. His hard work pays off when his invention lights up his village with a bright bulb. He is a true problem solver. Okay? ഒന്നുകൂടി വായിച്ചു നോക്കാം. വില്യം is a dreamer who sees the world of possibility in the darkness. He is curious and inventive boy. Okay, he is curious and inventive boy who loves to take things apart and build new ones, even from junkyard scraps. His fascination with the windmill in a book sparks his determination. Determined and hardworking, he single-handed builds a windmill from scrap metal, a bicycle wheel, a small generator. He is creative and optimistic, turning what others called trash. മറ്റുള്ളവർ ട്രാഷ് എന്ന് പറഞ്ഞ കാര്യത്തെയാണ് അവന് ടു എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ, ആ ഒരു രീതിയിലേക്ക് മാറ്റിയത്. ഹിസ് ഹാർഡ് വർക്ക് പേസ് ഓഫ് വെൻ ഹിസ് ഇൻവെൻഷൻ ലൈറ്റ്സ് അപ്പ് ഹിസ് വില്ലേജ് വിത്ത് എ ബ്രൈറ്റ് ബൾബ്. ഹി ഈസ് ട്രൂ പ്രോബ്ലം സോൾവർ. ഇപ്പോൾ നമ്മൾ 2 ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിട്ടുണ്ട്. ഒന്ന് ചിബിയുടെയും അതേപോലെ തന്നെ വില്യമിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ലൈവ് റിപ്പോർട്ടിംഗ് ആണ്. ഇറ്റ് ഈസ് 15th August. The headmaster hosted the national flag.
ദ ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് സ്വീറ്റ്സ് ടു ദ ചിൽഡ്രൻ. അപ്പോൾ 15 ഓഗസ്റ്റിന് നമ്മളെ സ്കൂളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഹെഡ് മാസ്റ്റർ ഫ്ലാഗ് ഉയർത്തും, പതാക ഉയർത്തും, ടീച്ചർമാരൊക്കെ നമുക്ക് സ്വീറ്റ്സൊക്കെ തരും. ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാംസ് ആർ പ്രോഗ്രസിങ് ഇൻ ദ സ്കൂൾ. ഇപ്പോൾ സ്കൂളിൽ ഇൻഡിപെൻഡൻറ്റ് പ്രോഗ്രാംസൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിൽഡ്രൻസ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ കുട്ടികളൊക്കെ പല പ്രോഗ്രാംസിലും പങ്കെടുക്കുന്നുണ്ട്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഒരു ലൈവായിട്ട് റിപ്പോർട്ട്, തത്സമയ വാർത്ത നിങ്ങളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം, ഹായ് ഗുഡ് മോർണിംഗ്, ഐ ആം റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം സെൻറ്റ് മേരീസ് സ്കൂൾ. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും സ്കൂളിൻ്റെ പേര് കൊടുക്കാം. വേർ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് ബീങ് സെലിബ്രേറ്റഡ് വിത്ത് ഗ്രേറ്റ് പ്രൈഡ്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് സ്കൂളിലാണ് എന്നൊക്കെ പറയാം. The day began with the principal, Mr. George, hoisting the national flag as students sang the national anthem. The school is decorated beautifully in the tricolor. 3 കളർ കൊണ്ട് സ്കൂളൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. The school is decorated beautifully in the tricolor. Following the ceremony, students are actively participating in various cultural programs, including patriotic dance by junior class. അപ്പം ഈ ഒരു സെറിമണി കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡൻസൊക്കെ പല പരിപാടികൾക്കും പങ്കെടുക്കുന്നുണ്ട്. ഒരു ദേശഭക്തി ഡാൻസ് ഉണ്ട്, പാട്രിയോട്ടിക് ഡാൻസ് ഉണ്ട് ബൈ ജൂനിയർ ക്ലാസ്. Teachers are distributing sweets to everyone and the school is full of energy and patriotism. This is all for now from St. Mary's School. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൈവ് ടെലികാസ്റ്റൊക്കെ കാണുമല്ലോ, അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. ഇനി നെക്സ്റ്റ് എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എല്ലാത്തിലും ഉണ്ടാവും. ഓക്കെ, എഡിറ്റിംഗ് ഇല്ലാത്ത ഒരു എക്സാം ഉണ്ടാവില്ല ഇംഗ്ലീഷ്. എഡിറ്റ് റിപ്പോർട്ടാണ്. All the children came back to school cheerfully. The little ones came in uniform bright. ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേർഡ് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നുമില്ല, നിങ്ങൾ ബ്രൈറ്റ് യൂണിഫോം ഇത് തിരിച്ചിട്ടാൽ മതി. യൂണിഫോം ബ്രൈറ്റ് എന്നുള്ളത് ബ്രൈറ്റ് യൂണിഫോം എന്ന് ഇടാം. വിത്ത് ന്യൂ നോട്ട് ന്യൂ ബുക്സ് ആൻഡ് ബാഗ്സ്. ദ ടീച്ചർ സ്റ്റാൻഡല്ല സ്റ്റുഡ് എന്നാണ് വേണ്ടത്. നമ്മളിവിടെ എല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം പാസ്റ്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് സ്റ്റുഡാണ്, STOOD. ഓക്കെ, ഇൻ എ റോ വിത്ത് സ്മൈലിംഗ് ഫേസസ് ടു വെൽക്കം ദ ചിൽഡ്രൻ. വാൾസ് ആർ ഡെക്കറേറ്റഡ് ഓൺ ബലൂൺസ് പറയില്ല, ഡെക്കറേറ്റഡ് വിത്ത് ബലൂൺസ് എന്നേ പറയുള്ളൂ. ബലൂൺ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ആൻഡ് കളർഫുൾ റിബൺസ്. ഇവിടെ എന്താ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി ഷുഡ് ബി ക്യാപിറ്റൽ. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താക്കണം, ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. വേറെ നോക്കൂ. ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ മിസ്റ്റർ ഈസോപ്പ് മീറ്റ്സ് ചിബി ബിഹൈൻഡ് ദ സ്റ്റേജ്. അപ്പം ടാലൻറ്റ് ഷോ ഒക്കെ കഴിഞ്ഞു, ചിബിയെ മീറ്റ് ചെയ്യാണ്. ദ ടോക്ക് അബൌട്ട് ദ പെർഫോമൻസ് ആൻഡ് സ്കൂൾ ലൈഫ്. അവരിങ്ങനെ പെർഫോമിനെ കുറിച്ചും സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ പറയാണ്. ഓക്കെ, മിസ്റ്റർ ഈസോപ്പ് എൻകറേജ് ചിബി ടു കീപ്പ് യൂസിങ് his special talents and ask how he feels after the show. Okay, Mr. Isop, that was an amazing performance, Chibi. How did you learn to do all that? അപ്പോൾ കുട്ടി പറയാണ്, ചിബി, I practiced on my way to and from school. ഞാനിത് പ്രാക്ടീസ് ചെയ്തത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. I have been listening to them for a long time. ഒരുപാട് കാലമായി ഞാൻ ശ്രദ്ധിക്കുന്നു. മിസ്റ്റർ ഈസോ, വെൽ യുവർ ഹാർഡ് വർക്ക് ഷോഡ് യു ട്രൂലി ഹാവ് എ സ്പെഷ്യൽ ടാലൻറ്റ്. യു ഹാവ് ബ്രോട്ട് സോ മച്ച് വണ്ടർ ടു എവറി വൺ ടുഡേ. ഹൗ ആർ യു ഫീലിംഗ് നൗ ദ ഷോ ഈസ് ഓവർ? അപ്പം നീ ഒരു നല്ല ടാലൻ്റ് ഉള്ള ആളാണ്, നിൻ്റെ ഹാർഡ് വർക്കാണ് ഇവിടെ കാണിച്ചത്. യു ഹാവ് ബ്രോട്ട് സോ മച്ച് വണ്ടർ ടു എവറി വൺ ടുഡേ. നീ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇന്ന് സമ്മാനിച്ചത്. ഹൗ ആർ യു ഫീലിംഗ് നൗ? നമുക്കിപ്പോഴെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നും. അപ്പം ചിവര, ഐ ഫീൽ ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഐ ഹാവ് നെവർ ഹാഡ് എനി വൺ ക്ലാപ്പ് ഫോർ മീ ലൈക്ക് ദാറ്റ് ബിഫോർ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കയ്യടി കിട്ടിയിട്ടില്ല. ഐ ഹാവ് നെവർ ഹാഡ് എനി വൺ
clap for me like before. Stay up. You deserve every cheer. Don't ever stop sharing your special talents with the world. ചിവി, ദിസ് ഈസ് ജസ്റ്റ് ബിഗിനിങ് ഫോർ യു. അപ്പം നീ ഓരോ സന്തോഷത്തിനും ഡിസേർവ് ചെയ്യുന്ന ആളാണ്. നീ ഒരിക്കലും നിൻ്റെ സ്പെഷ്യൽ ടാലൻസ് ഒന്നും ഒരിക്കലും നിർത്തരുത്. ഡോണ്ട് എവർ സ്റ്റോപ്പ് ഷെയറിങ് യുവർ ടാലൻസ്, സ്പെഷ്യൽ ടാലൻസ് വിത്ത് ദ വേൾഡുമായിട്ട് ഇനിയും നീ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. ഇതൊരു മികച്ച ആരംഭം മാത്രമാണ്. ഓക്കെ.